നേത്രബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? പട്ടാമ്പി നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കുള്ള കൂലി കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് UDFന്റെ സമരം. നഗരസഭ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തൊഴിലാളികളുടെ കൂലി കൊടുക്കാൻ കുടിശ്ശികയുള്ളത് 70 ലക്ഷം. കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്ത് നടപടിയെടുക്കൂ അധികാരികളെ. എരിപൊരി കൊള്ളും വെയിലത്ത് ജോലിയെടുത്തു കഴിഞ്ഞിട്ട്. പട്ടാമ്പി നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലിക്കുടിശ്ശിക ഇനത്തിൽ 70 ലക്ഷം രൂപയാണ് നഗരസഭ നൽകാനുള്ളതെന്നാണ് UDFന്റെ ആരോപണം. ഈ തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കൗൺസിലർ KR നാരായണസ്വാമി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ നഗരസഭയിൽ ഇരിക്കുന്ന ആളുകൾ ഒരു മാസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ജീവനക്കാരുടെ സ്ഥിതി? മാസക്കണക്കിൽ കൂലി കൊടുക്കാതെ പാവപ്പെട്ടവർ അവരുടെ ഗതികേട് കൊണ്ട് ചെയ്യുന്ന ഈ തൊഴിലിനെ എത്രമാത്രം നീചമായാണ് അത് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. തനത് ഫണ്ടെടുത്ത് തൊഴിലാളികൾക്ക് കൂലി കൊടുത്താലും കുഴപ്പമില്ലെന്ന് ഞങ്ങൾ കൗൺസിലർമാർ പലതവണ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇവർ കണ്ടില്ല എന്ന് നടിക്കുന്നത്? നമുക്കറിയാം, ഇതേ തൊഴിലുറപ്പ് തൊഴിലാളികളെ അവരുടെ ലെവി പിരിച്ച് പാർട്ടിക്ക് ഫണ്ടുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളുള്ള പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ, അവരുടെ അധ്വാനത്തിന് വയർപ്പ് പറ്റുന്ന സംഘടനയുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ എന്തുകൊണ്ട് അവരുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പരിദേവനങ്ങളും അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഈ മുനിസിപ്പാലിറ്റി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. UDFന്റെ കൗൺസിലർമാരെ ഒന്ന് കാണുകയും അവരൊക്കെ ഈ ആവശ്യങ്ങൾ പറയുകയും അവരുടെ ദയനീയാവസ്ഥ, അവർക്കൊന്ന് മരുന്ന് മേടിക്കണം, അവർ ജ്വല്ലറിയിൽ പോയി സ്വർണം മേടിക്കാനല്ല അവർ ചോദിക്കുന്നത്, അവരുടെ അന്നന്നത്തെ അന്നത്തിനും വസ്ത്രത്തിനും വേണ്ടിയാണ് അവരുടെ രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയാണ് അവർ പൈസ ചോദിക്കുന്നത്. CA റാസി അധ്യക്ഷനായിരുന്നു. ഉമ്മർ കിഴായൂർ, CA സാജിദ്, C സംഗീത, K ബഷീർ, V സേതലവി, അനസ് കൊടലൂർ, മുസ്തഫ, മുനീറ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.